കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു 2 സുഹൃത്തുക്കൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ ഉക്കിൽ സ്ലീവ് ഇടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ആ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൾ ഉക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്തുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കൊരു അതിന് മറുപടി ആയിട്ട് ചെയ്യുക. കാരണം ഞാനാണത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഹുക്ക് ഉണ്ട്. ബോക്സ് ഹുക്ക് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇനി അതല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഹുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് സ്ലീവ് ആണ്. 10mm സ്ലീവ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ 1.5 ഇഞ്ചിൻ്റെ നല്ല ഹെവി പൈപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാർക്കുന്ന സമയത്ത് അറിയാലോ, ഒന്നില്ലെങ്കിൽ തലേന്ന് വിളിച്ച് പറയും. ഇപ്പോൾ നമ്മൾ അധികം തലേന്ന് വിളിക്കാറില്ല, നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി പറയാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 3 ദിവസം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സൈറ്റിൽ. ഏകദേശം ഒരു 4 വീടാണ്. അപ്പോൾ നമുക്ക് ചിലത്തെ രാത്രി കിട്ടിയാലും നമ്മൾ ഇതേപോലെ കഷ്ടപ്പെട്ട് ഈ ഹുക്കിൻ്റെ മേലെ കൂടി സ്ലീവ് ഇട്ട് ഇതിൻ്റെ മുകളിൽ പൈപ്പും വെച്ചിട്ട് കമ്പി കെട്ടി കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു 17-16 മില്ലി ലീക്കേജ് ഇവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ ഒരു കറണ്ട് ബില്ല് കൂടുകയാണ്. ഇവിടെ ഏകദേശം 11,000 ചില്ലാൻ റുപ്യേൻ്റെ അടുത്ത് കറണ്ട് ബില്ല് വരുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം ഈ കാണുന്ന ഹുക്ക് ലീക്കേജ് വഴിയാണ്. അപ്പോൾ ഇവിടെ RCCB ഇല്ലേ എന്നൊരു എല്ലാവരും ഒരു ചോദ്യം വരും. RCCB ഉണ്ട്. RCCB ട്രിപ്പ് ആവുക എത്ര മില്ലി ആംപിയറിലാണ്? ഒരു 25 അല്ലെങ്കിൽ 30 എത്രണ്ടേ? 17 മില്ലിയിൽ ട്രിപ്പ് ആവില്ല. പക്ഷെ എപ്പോൾ ട്രിപ്പ് ആവും? ഇടി വെട്ടുമ്പോൾ ട്രിപ്പ് ആവും. അപ്പോൾ അവിടെ ലീക്കേജ് സംഭവിക്കുന്നതുകൊണ്ടാണ് അവിടെ ലൈറ്റ്നിങ് വരുമ്പോൾ പെട്ടെന്നത് കുറച്ചും കൂടി ഹെവി കറണ്ട് വരുമ്പോൾ ട്രിപ്പ് ആവുന്നത്. ഇനിയൊരു ചോദ്യമുണ്ട്. നമ്മൾ SPD വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ അടിച്ചു പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏറെക്കുറെ ഈ വീഡിയോയിൽ തന്നെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. മനസ്സിലായവർ കമൻറ്റ് ചെയ്യാം.